ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആ കുക്കർ വിസിലടിക്കുന്ന കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിയില, കറിവേപ്പില. ഒരു കാര്യം വിട്ടുപോയി, 2 പച്ചമുളക് കൂടി എടുത്തോളൂ കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. ഒരു സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചാൽ കേട്ടോ, പേസ്റ്റ് ആക്കിയിട്ടില്ല, നല്ല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. ചതച്ച് വെച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ പച്ചമണം മാറി കിട്ടുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. കടലയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കറിൽ വെച്ചിട്ട് വിസിലടുപ്പിച്ച് വേവിച്ചത് കടലയായിരുന്നു. അപ്പോൾ ഇതാ ചെറിയുള്ളി ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിപ്പമുള്ള ചെറിയുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി, ഒരു അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇരുണ്ടായി കിടക്കുന്നത്. അപ്പോൾ കടല ഞാൻ മുഴുവൻ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലയത്തെ വെള്ളം നമ്മൾ ഒഴിവാക്കേണ്ട, അതോടുകൂടിയാണ് നമ്മളത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിവാക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് വെള്ളം കടലയിലുണ്ടെങ്കിൽ കുറച്ച് ഒഴിവാക്കിയിട്ട് ബാക്കി ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൽ വേറെ ഒരു മസാലയും ഉപയോഗിക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറണ്ട് വന്നു കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് അല്ലെങ്കിൽ ചിക്കൻ മസാലേൻ്റെ ആ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിട്ടപ്പോൾ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് അങ്ങോട്ട് വന്നില്ല, കാരണം ഞാൻ വെള്ളം നല്ലോണം വറ്റുന്നതിന് മുന്നേ ആയിരുന്നു ഇട്ടത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞതിന് ശേഷം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. കുഞ്ഞി കൈ കണ്ടല്ലോ, ടിങ്കിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എൻ്റെ ഹെൽപ്പറായിട്ട്. അപ്പോൾ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മേലെ കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സവാള നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടോടെയോ അല്ലാതെയോ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ തട്ടുകട സ്റ്റൈലാണിത്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂൾ വിട്ട് വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.